നാരായണ. നാരായണ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ
വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 84-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമന്ത പഞ്ചക തീർത്ഥയാത്ര 3 അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നതിൽ അവസാന അധ്യായമാണ്. അതിൽ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മൾ. ഭഗവാനും ഋഷിമുനിമാരുമായിട്ടുള്ള സമാഗമം കണ്ടു. അതിനുശേഷം വസുദേവരുടെ സംശയം മുനിമാരോട് അവതരിപ്പിച്ചതും അതിന് മുനിമാരെ അതിശയിച്ചപ്പോൾ നാരദ മഹർഷി അതിനെ ന്യായീകരിച്ചതും അതിനുശേഷം മുനിമാര് വസുദേവർക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത ഉപദേശം, എങ്ങനെയാണ് കർമ്മം കൊണ്ട് കർമ്മത്തെ ഇല്ലാതെയാക്കുക, കർമ്മനാശം സംഭവിപ്പിക്കുക, അത് ഭഗവത് ആരാധനയായി അവനവൻ്റെ കർമ്മങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചിട്ടുള്ള ജീവിതം, അതിലൂടെയാണ് കർമ്മനാശം സംഭവിക്കുക എന്ന് ചുരുക്കി പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് വിസ്തരിച്ചു. അങ്ങനെ നമ്മൾ ആ ഉപദേശം കഴിഞ്ഞു. 41-ാം ശ്ലോകം വരെ പറഞ്ഞു. അതിനുശേഷം വസുദേവർ അവിടെ വെച്ച് സമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ച് ഒരു യാഗം നടത്താനായിക്കൊണ്ട് അവിടെ വന്ന മുനിമാരെ തന്നെ ഋത്വിക്കുകളായി വരിക്കുകയും പുത്രനായ ഭഗവാന്റെ പരിപൂർണ സഹായത്തോടെ അതിഗംഭീരമായിട്ടുള്ള ഒരു യാഗം അവിടെ നടത്തുകയും ധാരാളം പശുക്കളെയും ദക്ഷിണയുമെല്ലാം ബ്രാഹ്മണർക്ക് സമ്മാനിച്ച് അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്ന, അതിനുശേഷം കൃതകൃത്യരായി എല്ലാവരും ആ സമന്ത പഞ്ചക തീർത്ഥത്തിൽ നിന്ന് അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതും ആയിട്ടുള്ള ഭാഗങ്ങളും കൂടിയാണ് നമുക്ക് 34-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. എന്നിട്ട് 42-ാം ശ്ലോകം മുതൽക്ക് വ്യാഖ്യാനം കാണാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുരശീതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. 34-ാം ശ്ലോകം ശുകബ്രഹ്മർഷിയുടെ വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ശ്രീശുക ഉവാച എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ശ്രീശുക ഉവാച. അഥോ ജുർമുനയോ രാജൻ ആഭാഷ്യാനഗതുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോഃ കർമ്മണാ കർമ്മനിർഹാരഃ ഏഷ സാധു നിരൂപിതഃ യത്ശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹഃ അയം സ്വസ്ത്യയനഃ പന്ഥാ ദ്വിജാതേർഗൃഹമേദിനഃ യത്ശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷഃ വിത്തൈഷണാം യജ്ഞദാനൈഃ ഗൃഹൈർദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവ കാലേന വിസൃജേദ്ബുധഃ ഗ്രാമേ തെക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷിപിതॄണാം വിഭോ പ്രഭോ യജ്ഞാധ്യയനപുത്രൈസ്താനി അനിസ്തീര്യത്യജൻപതേത ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞൈർദേവർണമുന്മുച്യ നിർഋണോ അശരണോ ഭവ വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ചഃ സയദ്വാം പുത്രതാം ഗതഃ. ശ്രീശുക ഉവാച. ഇതി തദ്വചനം ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്നാ നമ്യ പ്രസാദ്യ ച. തയേനം ഋഷയോ രാജൻ വൃതാ ധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഗൈരുത്തമകൽപകൈഃ തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ തന്മഹിഷ്യശ്ച മുദിതാഃ നിഷ്കകണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാമുപാജഗ്മുഃ ആലിപ്താ വസ്തുപാണയഃ നേതുർമൃദംഗപടഃ ശംഖഭേര്യാനഗാദയഃ നൃതുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ ജഗുഃ സുകണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തം ഋത്വിജഃ പത്നീഭിരഷ്ടാദശഭിഃ സോമരാജം ഇവോടുഭിഃ താഭിർദുകൂലവലയൈർഹാരനൂപുരകുണ്ഡലൈഃ സ്വലങ്കൃതാഭിർവിബഭൗ ദീക്ഷിതോ അജിനസംവൃതഃ തസ്യർത്തിജോ മഹാരാജ രത്നകൗശേയവാസസഃ സസദസ്യാ വിരേജുസ്തേ യഥാ വൃത്രഹണോ അധ്വരേ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുഭിരന്വിതൗ രേജതുസ്വസുതൈർദാരൈഃ ജീവേശൗ സ്വവിഭൂതിഭിഃ ഈജേനുയജ്ഞം വിധിനാ അഗ്നിഹോത്രാദിലക്ഷണൈഃ പ്രാകൃതൈർവൈകൃതൈർയജ്ഞൈഃ ദ്രവ്യജ്ഞാനക്രിയേശ്വരം അദർത്തിഭ്യോ അദദാത് കാലേ യദാമ്നാദം സദക്ഷിണാഃ സ്വലങ്കൃതേഭ്യോലങ്കൃത്യ ഗോഭൂകന്യാ മഹാദനാഃ പത്നീ സംജാജാവവൃത്യൈഃ ചരിത്വാ തേ മഹർഷയഃ സസ്നൂ രാമഹൃദേ വിപ്രാ യജമാനപുരസ്സരാഃ സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോ ദാത്തദാ സ്ത്രിയഃ തതഃ സ്വലങ്കൃതോ വർണ്ണാൻ ആശ്വഭ്യോ അന്നേന പൂജയത്. ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസാ വിദർഭകോസലകുരൂൻ കാശികേകയസൃഞ്ജയാൻ സദസ്യ ഋത്വിക്സുരഗണാൻ നൃഭൂതപിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്തഃ പ്രയയുഃ ക്രതും.
ധൃതരാഷ്ട്രോ അനുജഃ പാർത്ഥാ ഭീഷ്മോ ദ്രോണഃ പ്രദായമൗ നാരദോ ഭഗവാൻ വ്യാസഃ സുഹൃൽ സംബന്ധി ബാന്ധവാഃ ബന്ധൂൻ പരിഷ്വജ്യ യദൂൻ സൗഹൃദാത് ക്ലിന്നചേതസഃ യയുർവിരഹ കൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേ ജനാഃ നന്ദസ്തു സഹ ഗോപാലൈർബൃഹത്യാ പൂജയാർച്ചിതഃ കൃഷ്ണരാമോഗ്രസേനാദ്യൈഃ ന്യവാൽസീത് ബന്ധുവത്സലഃ വസുദേവോऽഞ്ചസോത്തീര്യ മനോരഥമഹാർണവം സുഹൃദ്വൃതഃ പ്രീതമനാ നന്ദമാഹ കരേ സ്പൃശൻ. അത് പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അപ്പോൾ സമന്തപഞ്ചക തീർത്ഥാടന വേളയിൽ വന്നു ചേർന്ന മുനിമാരോട് വസുദേവർ കർമ്മം കൊണ്ട് കർമ്മനിർഹാരം എങ്ങനെ എന്നുള്ളതായിട്ടുള്ള ആ ഒരു ചോദ്യം ചെയ്തപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജഗദ്ഗുരു പുത്രനായിരിക്കെ ഇത്രയും ചെറിയൊരു കാര്യം പോലും വസുദേവർക്ക് അറിയാതിരിക്കുകയോ എന്നുള്ള ആശ്ചര്യം അവർക്കുണ്ടായപ്പോൾ നാരദൻ പറഞ്ഞു, നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, വസുദേവര് കൃഷ്ണനെ പുത്രനായിട്ടാണ് കണ്ടിരിക്കുന്നത്, അതും ചെറിയ കുട്ടിയായിട്ട്, അർഭകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അതിപരിചയം കൊണ്ടുള്ളതായിട്ടുള്ള ഭാവമാണത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം ചോദിച്ചത് കാര്യം തന്നെയെന്നെടുത്ത് അദ്ദേഹത്തിന് വേണ്ട ഉത്തരം കൊടുക്കൂ എന്ന് നാരദൻ മുനിമാരോട് പറഞ്ഞപ്പോൾ ആ മുനിമാര് ആ വസുദേവരോട് എല്ലാവരും കേൾക്കേ തന്നെ രാമകൃഷ്ണന്മാരും കേൾവിക്കാരായിരിക്കെ ഉത്തരം പറഞ്ഞു. ഇത് മുമ്പേ തന്നെ നിരൂപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എല്ലാ പ്രകാരത്തിലും സർവ യജ്ഞേശ്വരം മഗൈഹി ശ്രദ്ധയാ യജേത്. എല്ലാ യജ്ഞങ്ങളുടെയും ഈശ്വരനായ ആ വിഷ്ണുവിനെ മഖങ്ങളെ കൊണ്ട്, യാഗങ്ങളെ കൊണ്ട്, യജ്ഞങ്ങളെ കൊണ്ട് ശ്രദ്ധയോടുകൂടി യജിക്കുകയാണ്, പൂജിക്കുകയാണ് വേണ്ടത്. ആ ഭഗവത് ആരാധനാപരമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും കർമ്മവാസനകൾ ക്ഷയിക്കും. ചിത്ത ഉപശമത്തിനുള്ളതായിട്ടുള്ള മാർഗമാണിത്. കവികൾ ശാസ്ത്രമാകുന്ന ചക്ഷുസ്സിലൂടെ എല്ലാവർക്കും കാണിച്ചു തന്നിരിക്കുന്നു. ഇത് ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗമാണ്, യോഗമാണ്. അവനവന് സന്തോഷം നൽകുന്നതായിട്ടുള്ള യോഗവും ആണ്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് ഭഗവാൻ ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. നേഹ അഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ. അഭിക്രമനാശം, ആരംഭിച്ച കാര്യങ്ങൾക്ക് അത് പകുതിയിൽ എവിടെയെങ്കിലും നിർത്തിയാൽ നശിച്ചു പോവുക എന്നുള്ള സ്വഭാവമുണ്ട്. എന്നാൽ കർമ്മയോഗം അഥവാ യജ്ഞ സംസ്കാരത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും
നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരാരാധനയായിട്ട് ചെയ്യുന്നതിന് ഒരിക്കലും അഭിക്രമനാശം എന്ന ദോഷം സംഭവിക്കില്ല. നിങ്ങൾ കുറച്ചു കാലം ചെയ്യാതിരുന്നാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. പിന്നീട് അത് നിങ്ങളെ വീണ്ടും അതേ വഴിക്ക് തന്നെ നയിക്കും. ആ സംസ്കാരം നിങ്ങളെ വിട്ടുപോവില്ല. അതുപോലെ പ്രത്യവായോന്ന വിദ്യത്തെ, പ്രത്യവായ ദോഷം എന്ന് പറയും. ഏതെങ്കിലും വിപരീത ഫലം ഉണ്ടാവലാണ് പ്രത്യവായ ദോഷം. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ആയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഉദാഹരണം പറയുക, മരുന്ന് മാറിക്കഴിച്ചാൽ ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും വരിക. അതുപോലെയുള്ള ദോഷമൊന്നും ഈ കർമ്മങ്ങളെ ഈശ്വരാരാധനയാക്കി ചെയ്യുമ്പോൾ അവനവൻ്റെ ജീവിതം തന്നെ വിഷ്ണുവിൻ്റെ ആരാധനയാക്കി മാറ്റുമ്പോൾ ആ പ്രത്യവായ ദോഷവും സംഭവിക്കില്ല, വിപരീത ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി, ഈ കർമ്മയോഗം എന്ന ധർമ്മം അല്പമെങ്കിലും ആചരിച്ചാൽ ത്രായതേ മഹതോ ഭയാത്, സംസാര ദുഃഖങ്ങളിൽ നിന്ന് അത് നമ്മളെ ത്രാണനം ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. നമ്മളെ ആ നേരായ മാർഗത്തിലൂടെ നയിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കും ഉറപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈശ്വരാരാധനാപരമായിട്ടുള്ള കർമ്മമാണ് ചിത്തത്തെ ശമിപ്പിക്കുവാനും ശുദ്ധമാക്കുവാനും ഈശ്വരപ്രാപ്തിക്കും ഉള്ളതായിട്ടുള്ള ഉപായം എന്ന് പൂർവിക ഋഷീശ്വരന്മാരാൽ ശാസ്ത്രങ്ങളിലൂടെ ദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുതന്നെയാണ് ഗൃഹസ്ഥാശ്രമികളായ സംസ്കാരമുള്ള ദ്വിജാതികൾക്ക്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരായിരിക്കുന്നവർക്ക് സ്വസ്ത്യേന സ്പന്ദ, സ്വസ്തിയിലേക്ക് നയിക്കുന്ന മാർഗം. അവനവൻ ധാർമ്മികമായി സമ്പാദിച്ച ശുദ്ധമായ ധനം കൊണ്ട് ശ്രദ്ധയാ പുരുഷ യജേത്, ആ പുരുഷൻ ശ്രദ്ധയോടുകൂടി യജിക്കപ്പെടണം. ജ്യേത. ഇങ്ങനെ ധാർമ്മികമായ ജീവിതം നയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യജ്ഞം, ദാനം മുതലായവ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് വിത്തൈഷണയെ അതിക്രമിക്കാൻ കഴിയും. ധനത്തിലുള്ള ലോഭം അത് കുറഞ്ഞു വന്ന് അത് തീർത്തും ഇല്ലാതെയാവുന്ന അവസ്ഥ വരും. അതുപോലെ ഗൃഹസ്ഥ ജീവിതം കൊണ്ട് ഭാര്യാപുത്രാദികളിലുള്ള ആസക്തി കുറഞ്ഞു വരണം, വിരക്തി ഉണ്ടാവണം. ഗൃഹയിൽ ദാരസുതൈഷണ. അതുപോലെ മറ്റ് ലോകങ്ങളിലുള്ളതായിട്ടുള്ള ആസക്തിയും അത് ലോകേഷണ എന്ന് പറയും. അത് കാലം കൊണ്ട് ഇല്ലാതെയാവും. ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ഈ ഏഷണാത്രയങ്ങളെ ഉപേക്ഷിക്കേണ്ടതാണ്. പൂർവീകരായ ധീരന്മാര് എല്ലാവരും തന്നെ ഇങ്ങനെ ഗ്രാമ്യ വിഷയങ്ങളിൽ ഏഷണകളെ ത്യജിച്ച് തപോവനം യയുഹു, അവരെ വാനപ്രസ്ഥരും സന്യാസികളുമായി തപോവനത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, അഥവാ വാനപ്രസ്ഥരായി പോയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ 3 കടങ്ങളോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ദേവന്മാര്, ഋഷിമാര്, പിതൃക്കള്, ഇവർക്കെല്ലാമായിട്ടുള്ള കടങ്ങളോടുകൂടി. അതിനെ വീട്ടേണ്ട സമ്പ്രദായം യജ്ഞ അധ്യയന പുത്രൈഹി, യജ്ഞങ്ങളെ കൊണ്ട് ദേവഋണവും അധ്യയനം കൊണ്ട് ഋഷിഋണവും, പുത്രന്മാരെ ജനിപ്പിച്ച് നല്ല സംസ്കാരത്തോടുകൂടി വളർത്തുന്നതിലൂടെ പിതൃഋണവും വീട്ടേണ്ടതാണ്. ഇവയെ ഹരണം ചെയ്യാതെ, ഈ കടം വീട്ടാതെ താനി അനിസ്തീര്യ ത്യജൻ പതേത്, അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ പതിക്കും, അവർക്ക് പതനം സംഭവിക്കും, അവർ ഉയരുകയില്ല എന്നർത്ഥം. അതുമായിട്ട് അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് തീർച്ചയായിട്ടും ഋഷിപിത്രോർ ദ്വാഭ്യാം മുക്ത, ഋഷിഋണത്തിൽ നിന്നും പിതൃഋണത്തിൽ നിന്നും അങ്ങ് മുക്തനാണിപ്പോൾ. കാരണം അങ്ങയുടെ പുത്രനായിട്ട് ഭഗവാൻ തന്നെ വന്നിരിക്കുന്നു. 2 പേരാണ് അല്ലേ രാമകൃഷ്ണന്മാരായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ചെറിയ കടം കൂടിയേ ഉള്ളൂ, ദേവഋണം. അതിനെ യജ്ഞങ്ങളെ കൊണ്ട് തരണം ചെയ്തിട്ട് നിർഋണോ അശരണോ ഭവ,
ഋണമില്ലാത്തവനായി വീട് വിട്ട് യാതൊരു ആശ്രയവും ഇല്ലാതെ സ്വതന്ത്രനായി തീർന്നാലും സന്യാസിയായി തീർന്നാലും പരിവ്രാജകനായി തീർന്നാലും എന്നാണ് ഇവിടെ വസുദേവരോട് ഈ ഋഷിമുനിമാര് ഉപദേശിക്കുന്നത്. നോക്കൂ, ഞങ്ങളെപ്പോലെ എന്നും കൂടി സൂചന. ഞങ്ങളൊക്കെ എങ്ങനെയാണ് ആചരണരായിരിക്കുന്നത്? ഈ കടങ്ങളൊക്കെ വീട്ടി ഒന്നിലും സംഘമില്ലാതെ ഒന്നിനെയും ആശ്രയിക്കാതെ ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ട് ഞങ്ങൾ പൂർണ്ണ സ്വതന്ത്രരായി സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങ് പരമമായ ഭക്തി കൊണ്ട് ആ ഈശ്വരനെ അർച്ചിച്ചിട്ടുണ്ട്, ഉറപ്പ്, യാതൊരു സംശയവും വേണ്ട. പൂർവ്വജന്മങ്ങളിൽ അങ്ങ് ഭഗവാനെ അർച്ചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് പുത്രനായിട്ട് ഈ ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുന്നത് എന്നും കൂടി പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു ധന്യത ഉള്ളിൽ നിറച്ചു കൊടുത്ത് ഇനി വസുദേവർ യജ്ഞം ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹം ജനിക്കുന്നു. ഒരു യജ്ഞം കൂടി ചെയ്താൽ അങ്ങയ്ക്ക് എല്ലാ കടങ്ങളും വീട്ടാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരു യജ്ഞം ചെയ്യാനുള്ള ആഗ്രഹം അദ്ദേഹം ഈ മുനിമാരോട് പ്രകടിപ്പിച്ച് ആ മുനിമാരെ തന്നെ ഋത്വിക്കുകളായി വരിച്ച് അവരെ കൊണ്ട് തൻ്റെ ആ കടം കൂടി തീർക്കുന്ന ആ ഭാഗം നമുക്ക് കാണാം. നമുക്ക് 42 ശ്ലോകം മുതൽക്ക് കാണാം. ശ്രീശുക ഉവാച ഇതി തേഷാം വചഃ ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്നാ നമ്യ പ്രസാദ്യ ച. ശ്രീശുക ഉവാച ഇതി തേഷാം വചഃ ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്നാ നമ്യ പ്രസാദ്യ ച. ശുകബ്രഹ്മർഷി തുടരുന്നു. ശ്രീശുക ഉവാച ഇതി തേഷാം വചഃ ശ്രുത്വാ മഹാമനാഃ വസുദേവഃ. ഇതി ഇപ്രകാരമുള്ള ഇത്ര നേരം ഉപദേശിച്ചതായിട്ടുള്ള തേഷാം മുനീനാം വചഃ ശ്രുത്വാ അവരുടെ ആ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ടിട്ട് മഹാമനാഃ വസുദേവഃ മഹാമനസ്സോടുകൂടിയവനായ ഉദാരമനസ്കനായിട്ടുള്ള ആ വസുദേവർ എന്തു ചെയ്തു? വസുദേവഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്ന ആനമ്യ പ്രസാദ്യ ച. ഉടനെ തന്നെ തൻ്റെ ശിരസ്സുകൊണ്ട് ആനമിച്ചു. മൂർധ്ന ആനമ്യ, നല്ലതുപോലെ നമസ്കാരം ചെയ്തിട്ട്, ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത്, അതാണ് മൂർധ്ന ആനമ്യ. അവരെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ട് താൻ ഋഷീൻ ആ ഋഷികളെ തന്നെ ഋത്വിജഃ വവ്രേ ഋത്വിക്കുകളായിട്ട് വരിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് അല്ലെങ്കിൽ ആചാര്യന്മാരായിരുന്നു കൊണ്ട് എനിക്ക് നിങ്ങൾ ഉപദേശിച്ച പ്രകാരമുള്ളതായിട്ടുള്ള ഒരു ഉത്തമമായിട്ടുള്ള വിഷ്ണു യജ്ഞം നടത്തണം, അതിന് സഹായിക്കണം, കൂടെ നിൽക്കണം, അനുഗ്രഹിക്കണം എന്നെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞ് പ്രസാദിപ്പിച്ച് അവരെ വരിച്ചു. ഋത്വിക്കുകളായി വരിച്ചു. അവർ സമ്മതിച്ചത് കൊണ്ടാണ് അവരെ വരിച്ചത്. അപ്പോൾ അവരും കൃഷ്ണന്റെ പിതാവാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, നല്ല കാര്യമാണ്. സന്തോഷപൂർവം അവരും അത് സ്വീകരിച്ചു. അതുതന്നെ തുടർന്ന് പറയുന്നു. തയേനം ഋഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. തയേനം ഋഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, കേട്ടോളൂ പിന്നെന്തുണ്ടായി. ത എന്നുള്ളത് തേ എന്നാണ്. തേ എന്നതിലെ ഏകാരം ലോപിച്ചു പോയതാണ്. കാരണം അടുത്ത അക്ഷരം ഏ വന്നതുകൊണ്ട്, ഏനം ഉള്ളതിൽ ഏ വന്നു. അപ്പോൾ തേ എന്ന് പറഞ്ഞാൽ തേ ഋഷയ,
തേ മുനയ, ആ മുനിമാർ, ആ ഋഷിമാർ, തേ ഋഷയ ഏനം ധാർമ്മികം ധർമ്മേണ വൃതാഹ. ഏനം ധാർമ്മികം, ആ ധാർമ്മികനായ ധർമ്മതൽപരനായിരിക്കുന്ന അവനെ ധർമ്മേണ, ധർമ്മത്തിൽ അല്ലെങ്കിൽ ധർമ്മപൂർവം ധർമ്മപ്രകാരം വേണ്ട പോലെ അദ്ദേഹത്തെയും സ്വീകരിച്ചു. അവരും വൃതാഹ, അല്ലെങ്കിൽ വൃതാഹ വരിക്കപ്പെട്ടവരായ തേഋഷയ. വൃതാഹ തേഋഷയ, ഈ വസുദേവരാൽ വരിക്കപ്പെട്ടവരായ ആ ഋഷീശ്വരന്മാർ അദ്ദേഹത്തെ, ധാർമ്മികനായ വസുദേവരെ വേണ്ട പോലെ ധാർമ്മികമായിട്ട് തന്നെ സ്വീകരിച്ചു. എന്നിട്ടോ തസ്മിൻ ക്ഷേത്രേ ഉത്തമകൽപ്പകൈഹി മകൈഹി അയാചയൻ. തസ്മിൻ ക്ഷേത്രേ, ആ ക്ഷേത്രത്തിൽ തന്നെ എന്ന് വെച്ചാൽ ആ സമന്ത പഞ്ചകം എന്ന കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെ ഉത്തമകൽപ്പകൈഹി മകൈഹി, വളരെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ഏറ്റവും ഉത്തമ അംഗങ്ങളോടുകൂടിയതായിട്ടുള്ള മകൈഹി, ഒരു കുറവും ഇല്ലാതെ എന്നർത്ഥം. എല്ലാവരും പ്രശംസിക്കുന്ന രീതിയിൽ യാതൊരു ലോപവും ഇല്ലാതെ, അല്ലേ? ദ്രവ്യലോപം, മന്ത്രലോപം, ക്രിയാലോപം, ഒരു തരത്തിലുള്ള ലോപവും ഇല്ലാതെ അങ്ങനെയുള്ള ഉത്തമ കൽപ്പകൈഹി മകൈഹി അയാചയൻ, മഖങ്ങളെ കൊണ്ട്, യാഗങ്ങളെ കൊണ്ട് യജിപ്പിച്ചു. അപ്പോൾ വിവിധങ്ങളായ യാഗങ്ങളെ കൊണ്ട് യജിപ്പിച്ചു എന്നർത്ഥം. ഒരു യാഗം ചെയ്യുമ്പോൾ അതിനോടനുബന്ധമായിട്ട് പലതും ചെയ്യാനുണ്ടാവും. പല ദേവതകളെയും പ്രസാദിപ്പിക്കാനായിട്ടാണ് അതിനോടൊപ്പം അനുബന്ധമായിട്ട് പല കർമ്മങ്ങളും ചെയ്യുന്നത്. ഇത് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യ ശ്രീകോവിലുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മാത്രമല്ലല്ലോ പൂജ നടത്തുക. അതോടൊപ്പം തന്നെ ശ്രീബലിയും, അല്ലേ, ആ ദിക്പാലകന്മാർക്കും മറ്റുമൊക്കെയുള്ള ക്ഷേത്രപാലന്മാർക്കും അതുപോലെയുള്ളതായിട്ടുള്ള ഉപദേവതകൾക്കൊക്കെ ബലിതർപ്പണാദികളൊക്കെ ചെയ്യണം. ഏത് പൂജയിലും ഇങ്ങനൊരു അംഗമുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മുടെ ഹൃദയം വിശാലമാവാൻ തന്നെ, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ വികസിക്കണം. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ പൂജ കൊടുക്കുള്ളൂ എന്നുള്ള ആ ഒരു സങ്കുചിത നിർബന്ധ ബുദ്ധി പാടില്ല. നമ്മളൊരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ ക്ഷണിച്ചാൽ നിങ്ങളെ മാത്രമേ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ, നിങ്ങൾ മാത്രമേ വരാവൂ, ഞാൻ നിങ്ങളെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് അതിഥിക്കാണ് വരാൻ തോന്നുക? ആരെങ്കിലും വരുമോ? ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ എന്നവരൊക്കെ ഉണ്ടാവും. പോരാത്തതിന് ഡ്രൈവർ ഉണ്ടാവും, മറ്റു പല അകമ്പടികളുണ്ടാവും. ഓരോ VIP-കളുടെ വലുപ്പത്തിനനുസരിച്ചാണ് കൂടെയുള്ള ആളുകൾ. അവരെയും കൂടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. അതിനും വിശാല ഹൃദയത്തോടെ സ്വീകരിക്കണം. അത് പഠിക്കാനാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും ഒക്കെ പഠിക്കുന്നത്. ഈ പൂജാദികളിലൂടെ നമ്മൾ പഠിക്കുന്നത്, ഈ ക്ഷേത്രാരാധനകളും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സംസ്കാരമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ വിളിച്ചു വരുത്തുമ്പോൾ അയാൾ സ്നേഹിക്കുന്ന, അയാളെ സഹായിക്കുന്ന, അയാൾക്ക് വേണ്ടപ്പെട്ടവരെയും കൂടെ ഉൾക്കൊള്ളണം. അല്ലാതെ നിങ്ങൾ ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അത് വളരെ സങ്കുചിത ചിന്തയാണ്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു വികാസവും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ഏതോ ഒരു സ്വാർത്ഥതയെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ മാത്രം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. നിങ്ങളുടെ സ്വാർത്ഥതയാണ് ഇന്ന ആള് വളരെ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എന്തുകൊണ്ട് അയാളെ കൊണ്ട് എനിക്ക് പല പ്രയോജനങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പം എനിക്ക് പ്രയോജനമില്ലാത്തവരൊന്നും എനിക്ക് പ്രിയപ്പെട്ടവരേ അല്ല. അപ്പോൾ അയാളുടെ ഡ്രൈവറോ അയാളുടെ മറ്റ് ബന്ധുക്കളോ ഒക്കെ, അയാളുടെ കൂടെ വരുന്നവരൊന്നും എനിക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരെ ഒന്നും കൂട്ടിയിട്ട് വരരുത്, ഒറ്റയ്ക്ക് വന്നാൽ മതി. ഈ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വികാസത്തിൻ്റേതല്ല, സങ്കോചത്തിൻ്റേതാണ്, സ്വാർത്ഥതയുടേതാണ്. അങ്ങനെയുള്ള സ്വാർത്ഥന്മാർ വിളിച്ചാൽ ആർക്കും വരണമെന്നേ തോന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ഇൻവിറ്റേഷനുകളിലൊക്കെ വെക്കുന്നത്. യു ആർ കോർഡൈലി ഇൻവൈറ്റഡ്
വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അല്ലേ? നമ്മൾ വരണ്ടെന്നാണ്, ആ ഫാമിലിയും ഫ്രണ്ട്സിനെയൊന്നും കൂട്ടിയിട്ട് വരണ്ട, നിങ്ങൾ മാത്രം വന്നാൽ മതി എന്നുള്ള മനസ്സുണ്ടെങ്കിൽ പോലും ഇത് ഒരു മര്യാദയായിട്ട് ലോകം അംഗീകരിച്ചിരിക്കണം. അതുകൊണ്ട് ഇൻവിറ്റേഷനിൽ ആ പേരൊക്കെ വെക്കണം, കോഡൈലി ഇൻവൈറ്റ് യു വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന്. അപ്പോൾ ആ ഇൻവിറ്റേഷനിലൂടെ എല്ലാവരെയും വിളിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റുന്നത്. അതുപോലെയാണ് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ, അതിൻ്റെ കൂടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ഉത്തമകൽപ്പകൈഹി മകൈഹി അയാജയൻ, വളരെ ഉത്തമ കൽപ്പകങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട്, മകങ്ങളെ കൊണ്ട്, യാഗങ്ങളെ കൊണ്ട് യജിപ്പിച്ചു. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാഃ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാഃ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം സത്യാം, സതീസപ്തമി എന്നുള്ള പ്രയോഗമാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ദീക്ഷ പ്രവൃത്തമായ സമയത്തിൽ എന്നാണ്. വസുദേവരുടെ തദ്ദീക്ഷ എന്ന് പറഞ്ഞാൽ തസ്യ ദീക്ഷ, തസ്യ യാഗസ്യ ദീക്ഷ, ആ യാഗത്തിൻ്റെ ദീക്ഷ പ്രവൃത്തായാം സത്യാം, ആരംഭിച്ചതായിട്ടുള്ള സമയത്ത് നമ്മുടെ വൃഷ്ണയഃ, വൃഷ്ണി വംശത്തിൽ നിന്ന് അവിടെ വന്നു ചേർന്നിട്ടുള്ള വസുദേവരുടെ ബന്ധുക്കളെല്ലാം, ഓ നമ്മുടെ വസുദേവരാണ് യാഗത്തിൻ്റെ യജമാനൻ, നമ്മളൊക്കെ കൂടെ നിന്ന് അദ്ദേഹത്തിനെ സഹായിക്കേണ്ടതാണ്, നമ്മളാലാവുന്ന എന്തൊക്കെ കൈങ്കര്യമാണ് ഇവിടെ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ബാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നമ്മുടെ അതിഥികളാണ്, അവരെയൊക്കെ സൽക്കരിക്കേണ്ടതും പ്രത്യേകിച്ച് ഗുരുജനങ്ങളെ ബ്രാഹ്മണരെയൊക്കെ പൂജിക്കേണ്ടതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണ് എന്ന് ആ വൃഷ്ണി വംശത്തിലുള്ള എല്ലാവർക്കും തോന്നി. വസുദേവർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് അവരോടൊക്കെ പറഞ്ഞു കാണും. അപ്പൊ തദ്ദീക്ഷായാം പ്രവൃത്തായാം ആ വൃഷ്ണയഃ സ്നാതാഹ, എല്ലാവരും വേഗം തീർത്ഥങ്ങളിൽ ചെന്ന് കുളിച്ച് റെഡിയായി വന്നു. സുവാസസഹ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കൊണ്ടുവന്നു. ഒരു യാഗയജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ ഫ്രഷ് ആയിരിക്കണം, അപ്പോൾ അതിന് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. പുഷ്കരസ്രജഃ, നല്ല താമരമാലകൾ ധരിച്ചവരായി, ഞങ്ങളും ഇതിൻ്റെ ഭാഗഭാക്കുകളാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരും നല്ല അലങ്കാരങ്ങൾ, താമരപ്പൂക്കൾ കൊണ്ട് മാലയെല്ലാം കെട്ടിയവരായിട്ട് ആ വൃഷ്ണികൾ സുഷ്ടു അലങ്കൃതാഹ, അതുപോലെ നന്നായി അലങ്കരിക്കപ്പെട്ടവരായിട്ട്. രാജാനഹ, ഈ കൂട്ടത്തിലുള്ള രാജാക്കന്മാരും എല്ലാവരും തയ്യാറായി വന്നു. ഹേ രാജൻ യജ്ഞശാലാം യയുഹു, അല്ലയോ പരീക്ഷിത് രാജാവേ, എല്ലാവരും അവിടെ യജ്ഞശാലയിലേക്ക് വന്നു ചേർന്നു, എല്ലാവരും പങ്കാളികളാവുകയാണ്. തന്മഹിഷ്യശ്ചമുദിതാഹ നിഷ്കകണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാമുപാജഗ്മുഹു ആലിപ്താ വസ്തുപാണയഃ. തന്മഹിഷ്യശ്ച മുദിതാഃ നിഷ്കകണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാം ഉപാജഗ്മുഹു ആലിപ്താ വസ്തുപാണയഃ. തന്മഹിഷ്യശ്ച, തന്മഹിഷ്യഃ എന്ന് പറഞ്ഞാൽ തസ്യ മഹിഷ്യഃ, വസുദേവസ്യ മഹിഷ്യഃ എന്നർത്ഥം. വസുദേവന്റെ ഭാര്യമാർ, എത്ര ഭാര്യമാരുണ്ട് എന്ന് പിന്നീട് പറയുന്നുണ്ട്. പത്നീഭിരഷ്ടാദശഭിഹി, 18 ഭാര്യമാരുണ്ട്. ആ 18 ഭാര്യമാരോട് കൂടിയിട്ട് എന്ന് 47-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ദേവകന്റെ മക്കളൊക്കെ വസുദേവരെ തന്നെയാണ് വിവാഹം കഴിച്ചത്. അതിൻ്റെ പുറമെയാണ് രോഹിണി മുതലായിട്ടുള്ള പത്നിമാര്. അപ്പോൾ വസുദേവർക്ക് മൊത്തം 18 ഭാര്യമാരുണ്ട് എന്നിവിടെ വ്യക്തം. ഇവിടെ തന്മഹിഷ്യശ്ച മുദിതാഹ, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ മുദിതരായിട്ട്, സന്തുഷ്ടരായിട്ട്,
നിഷ്കകണ്ഠ്യ സുവാസസ. നിഷ്കകണ്ഠ്യ എന്ന് പറഞ്ഞാൽ നിഷ്കം കണ്ടത്തിൽ ധരിച്ചവർ. നിഷ്കം എന്നാൽ നെക്ലേസ്, കണ്ടാഭരണം, പതക്കങ്ങളോടുകൂടിയ കണ്ടാഭരണം ധരിച്ചവരായിട്ട്, സുവാസസഹ നല്ല വസ്ത്രങ്ങളെല്ലാം ഉടുത്തവരായിട്ട്, ആലിപ്താഹ. ആലിപ്താഹ ആലേപനം കൃതവന്തഃ. നന്നായിട്ട് ശരീരത്തിൽ കസ്തൂരി, ചന്ദനം, കുങ്കുമം മുതലായതൊക്കെ പുരട്ടിയവരായിട്ട്, ലേപനം ചെയ്തവരായിട്ട്, സുഗന്ധദ്രവ്യങ്ങൾ പൂശിയവരായിട്ട് എന്നൊക്കെ അർത്ഥം. ആലിപ്താഹ. വസ്തുപാണയ. വസ്തുപാണയ കയ്യിൽ ഈ യാഗശാലയിൽ സമർപ്പിക്കുവാനുള്ള പല ദ്രവ്യങ്ങളും കയ്യിൽ ധരിച്ചുകൊണ്ട്, താലമെടുത്തുകൊണ്ട് പറയാം അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പല കാര്യങ്ങളും നടക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ട്, നല്ല സുമംഗലികളായി അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് താലമെടുത്തുകൊണ്ട് ആ താലം ഇവിടെ ചൊരിയണം, പൂജകളിൽ സമർപ്പിക്കണം. അപ്പം അതിൽ പല ദ്രവ്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഈവൻ ഭാഗവത സപ്താഹത്തിലും രുക്മിണി സ്വയംവരത്തിൽ ആ സ്വയംവരത്തിൽ സമർപ്പിക്കാനുള്ള ദ്രവ്യങ്ങളൊക്കെ താലത്തിൽ എടുത്തുകൊണ്ടുവരും. അതുപോലെ ക്ഷേത്ര ഉത്സവങ്ങളിലും താലപ്പൊലി എന്ന് പറഞ്ഞ് താലങ്ങളിൽ പൂക്കളാണെങ്കിലും മറ്റു പല ദ്രവ്യങ്ങളാണെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ പറഞ്ഞ് വസ്തുപാണയ, താലം എടുത്തവരായിട്ട്, വസ്തുക്കളെ കയ്യിൽ ധരിച്ചവരായിട്ട്, ദീക്ഷാശാലാം ഉപാജഗ്മുഹു. ആ ദീക്ഷാശാലയെ അഥവാ യാഗശാലയിലേക്ക് ഉപാഗമിച്ചു, സമീപം വന്നു അഥവാ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് താല്പര്യം. അവരും ഒക്കെ വന്നു ചേർന്നു. അപ്പോൾ വസുദേവരുടെ പത്നിമാർ, വസുദേവർ യാഗം ചെയ്യുമ്പോൾ അതിൽ എന്താ പറയുക, വസുദേവരോട് ചേർന്ന് പത്നിമാരും ഇരിക്കണം അല്ലേ. യജമാനനോടുകൂടി യജമാനികളായിട്ട്. അതിൽ ഇപ്പം ദേവകിയാണോ മഹിഷിയായി കൂടെ ഇരിക്കുന്നത്, അതോ ദേവകിയുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. ആരെയാണ് അദ്ദേഹം മുമ്പിലിരുത്തുക എന്നറിയില്ല. എന്തായാലും 18 പേരും ഭേദമില്ലാതെ വന്നു ചേർന്നിട്ടുണ്ട്. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനകാദയഃ നനുർദുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ ജഗുസ്സു കണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനകാദയഃ നനുർദുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ ജഗുഃ സുകണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ. അപ്പോൾ ആ യാഗം ഒരു ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടുന്നു. ആ സമയത്ത് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും ദേവവർഗത്തിൽപ്പെട്ടവരുമൊക്കെ വന്ന് നിറയുകയാണ്. ആ രംഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മൃദംഗ പടഹ ശംഖ ബേരി ആനകാദയഃ നേതുഹു. നേതുഹു നാദം ചെയ്തു. നാദ എന്ന ഏകവചനം എല്ലാം കൂടി ആയതുകൊണ്ട് നേതുഹു, എല്ലാം കൂടി നാദം ചെയ്തു, എല്ലാം ഘോഷിക്കപ്പെട്ടു. അപ്പോൾ മൃദംഗങ്ങളുണ്ട്, പടഹങ്ങളുണ്ട്, ശംഖങ്ങളുണ്ട്, ബേരികളുണ്ട്, ആനകങ്ങളുണ്ട്. ആദയ എന്നുള്ളത് കൊണ്ട് കൊമ്പും കുഴലും മറ്റു പല വാദ്യങ്ങളും എല്ലാം അതിനോട് ചേർന്ന് വായിക്കണം. ഇതെല്ലാം നാദം ചെയ്തു. നനൃതുഹു നടനർത്തക്യഃ. നടനർത്തക്യഃ നനൃതുഹു. നടന്മാരും നർത്തകിമാരും രണ്ടും ചേർത്ത് ബഹുവചനത്തിൽ പറഞ്ഞു. നടന്മാരെന്നാൽ വേഷം കെട്ടി അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ആടുന്നവരാണ്. നർത്തകികൾ സ്ത്രീകൾ, നല്ല നൃത്തമറിയുന്ന സ്ത്രീകൾ. അപ്പോൾ ആ പ്രൊഫഷണൽ ആയിരിക്കുന്ന നടന്മാരും നർത്തകികളും ആ രംഗം കൊഴുപ്പിച്ചുകൊണ്ട് നൃതുഹു നൃത്തം ചെയ്തു. തുഷ്ടുവുഹു സൂതമാഗതാഹ. സൂതന്മാരും മാഗധന്മാരും രാജാവിനെ സ്തുതിക്കുന്ന, പള്ളി ഉണർത്തുന്ന ആളുകളാണ് സൂതന്മാരും മാഗധന്മാരും ഒക്കെ. അവരെല്ലാം വന്ന് സ്തുതിഗീതങ്ങളെ പാടി സ്തുതിച്ചു. തുഷ്ടുവുഹു ജഗുഹു സുകണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ. ഗന്ധർവ്യഃ ഗന്ധർവ സ്ത്രീകൾ സഹ ഭർതൃകാഃ അവരുടെ ഭർത്താക്കന്മാരോട് കൂടിയവരായിട്ട്, എന്ന് വെച്ചാൽ ഗന്ധർവന്മാരോട് കൂടിയവരായിട്ട്. അപ്പൊ ഗന്ധർവന്മാരും ഗന്ധർവിമാരും സുകണ്ഠ്യഃ നല്ല കണ്ഠം ഉള്ളവർ, നല്ല ശുദ്ധിയുള്ള കണ്ഠമുള്ളവർ, മനോഹര ശബ്ദമുള്ളവർ. അവര് സംഗീതം ജഗുഹു, അവർ നല്ല സംഗീതത്തെ ഗാനം ചെയ്തു എന്നർത്ഥം. ജഗുഹു ബഹുവചനമാണ്, ഏകവചനമാണെങ്കിൽ ജഗൗ എന്ന് പറയും.
ഒരാൾ പാടിയ. ഇവിടെ ബഹുവചനം ജഗുഹു, എല്ലാവരും കൂടി പാടി. ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും എല്ലാവരും കൂടി പാടി. ജഗുഹു. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തം അഭ്യക്തം ഋത്വിജഃ പത്നീഭിർ അഷ്ടാദശഭിഃ സോമരാജം ഇവോടുഭിഃ. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തം ഋത്വിജഃ പത്നീഭിർ അഷ്ടാദശഭിഃ സോമരാജം ഇവോടുഭിഃ. അവര് ആ ഋത്വിക്കുകൾ, ഋത്വിജഃ എന്ന് പറയുന്നുണ്ട്. ഋത്വിജഃ തം അഭ്യഷിഞ്ചൻ, ഋത്വിക്കുകളായ മുനിമാര് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. എങ്ങനെ? വിധിവത്, എന്താണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ ദ്രവ്യങ്ങളെ കൊണ്ട് വേണം ഈ യജമാനനെ അഭിഷേകം ചെയ്യാൻ, ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണം എന്നൊക്കെയുള്ള വിധികളെ പാലിച്ചുകൊണ്ട്. വിധിവത് അക്തം. അക്തം എന്ന് പറഞ്ഞാല് അഞ്ജനം ലേപനം ചെയ്തവൻ, കണ്ണിൽ അഞ്ജനം ലേപനം ചെയ്തവനെയാണ് അക്തൻ എന്ന് പറയുക. അക്തഹ പുല്ലിംഗ ശബ്ദം, അതിന്റെ ദ്വിതീയാണ് അക്തം. അപ്പൊ കണ്ണെഴുതിയവനേ എന്നാണ്, അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയവനും. അപ്പൊ ഇത് യാഗത്തിന്റെ ഒരു ഇതാണത്. യാഗത്തിന്റെ ഭാഗമായിട്ട് ആണാണെങ്കിലും കണ്ണെഴുതണം, എത്ര പൗരുഷമുള്ളവനാണെങ്കിലും കണ്ണെഴുതണം. ഈ പണ്ടുകാലത്ത് എല്ലാവരും കണ്ണെഴുതിയിരുന്ന കാലം ഉണ്ടായിരുന്നിരിക്കും. അപ്പം എന്തായാലും ഇവിടെ കണ്ണെഴുതുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉപചാരമാണ്, ആചാരമാണ്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഒരു ഗുരുവായിരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കുന്ന രീതിയിൽ പുതിയൊരു ദർശനം കൊടുക്കാനായിക്കൊണ്ട് കണ്ണെഴുതുക, അഞ്ജനം കൊണ്ട് കണ്ണെഴുതുക. അപ്പൊ അക്തം എന്ന് പറഞ്ഞാൽ അഞ്ജനം എഴുതപ്പെട്ടവനും. അഭ്യക്തം എന്ന് പറഞ്ഞാൽ അഭ്യംഗം ചെയ്തവൻ. അഭ്യംഗം എന്ന് പറഞ്ഞാൽ തൈലാഭ്യംഗം, ശരീരത്തിൽ എണ്ണ അല്ലെങ്കിൽ വെണ്ണ ഇതൊക്കെ പൂശിയവൻ. ഓരോ ചടങ്ങുകളുണ്ട്, ആ ചടങ്ങുകൾക്കനുസരിച്ചിട്ടുള്ള ദ്രവ്യങ്ങൾ ശരീരത്തിൽ അഭ്യംഗം ചെയ്യണം. അപ്പൊ അങ്ങനെ പൂശിയവനുമായിട്ടുള്ള തം ഇവര് ഋത്വിജഃ അഭ്യഷിഞ്ചൻ, ആരോടുകൂടിയും അഷ്ടാദശഭിഹി പത്നീഭിഹി, 18 പത്നിമാരോടുകൂടി ഇരുത്തിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശിരസിൽ അഭിഷേകം ചെയ്യുമ്പോൾ മറ്റ് പത്നിമാരുടെ ശിരസിലും പേരിന് തളിക്കെങ്കിലും ചെയ്യുന്നുണ്ടാവും, അവരെയും കൂടെ ഇരുത്തിയിട്ട് 18 പത്നിമാരോട് കൂടിയിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ഏതുപോലെ? സോമരാജം ഇവ ഉടുഭിഹി. ഉടുക്കൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി മുതലായ രേവതി വരെയുള്ള 27 പേരാണ് ഉടുക്കൾ. ആ ഉടുക്കളുടെ മധ്യത്തിൽ ശോഭിക്കുന്ന സോമരാജനെ പോലെ വസുദേവർ ശോഭിക്കുന്നു. സോമരാജൻ ചന്ദ്രഭഗവാൻ. അപ്പോൾ ചന്ദ്രനും 27 ഭാര്യമാരാകുന്ന നക്ഷത്രങ്ങളും എങ്ങനെ ഇരുന്ന് രാജസൂയയാഗത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടുവോ അതുപോലെ ഇവിടെ വസുദേവരാകുന്ന ചന്ദ്രനും 18 പത്നിമാരാകുന്ന നക്ഷത്രങ്ങൾ ഉടുക്കളയും പോലെ ശോഭിച്ചു. ആ ചന്ദ്രന്റെ രാജസൂയയാഗം പോലെ മനോഹരമായിരുന്നു ഈ രംഗങ്ങളെല്ലാം എന്നും കൂടി സൂചന. സോമരാജം ഇവോടുഭിഹി താഭിർദുകൂലവലയൈഃ ഹാരനൂപുരകുണ്ഡലൈഃ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ അജിനസംവൃതഃ. താഭിർദുകൂലവലയൈഃ ഹാരനൂപുരകുണ്ഡലൈഃ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ അജിനസംവൃതഃ. അപ്പോ തന്റെ ഭാര്യമാരോടുകൂടി ഇദ്ദേഹം ശോഭിച്ചു എന്ന് വീണ്ടും പറയണം. ദീക്ഷിതഃ അജിനസംവൃതഃ, ദീക്ഷയെ വരിച്ചവനും അജിനത്താൽ സംവൃതനുമായവൻ. അജിനം മാൻതോല്. അപ്പോൾ യജമാനൻ മാൻതോലുടുക്കണം. ആ മാൻതോലുടുത്തവനായിട്ട് അജിനസംവൃതനായി ദീക്ഷിതനായിട്ടുള്ള അദ്ദേഹം താഭിഹി വിബഭൗ, താഭിഹി പത്നീഭിഹി വിബഭൗ, തന്റെ ഭാര്യമാരോടുകൂടി ശോഭിക്കുകയാണ് അർത്ഥം. എങ്ങനെയുള്ളവരാണ് താഭിഹി?
ദുകൂലവലയൈ ഹാരനൂപുരകുണ്ടലൈ സ്വലങ്കൃതാഭി താഭി. ദുകൂല വലയങ്ങൾ, ദുകൂലം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രങ്ങളാണ്, വലയങ്ങൾ വളകളാണ്, കൈവളകളും മറ്റുമൊക്കെ ധരിച്ചവർ. ഹാര നൂപുര കുണ്ടലൈഹി, അവരുടെ കഴുത്തിൽ ഹാരങ്ങൾ ധരിച്ചിട്ടുണ്ട്, കാലിൽ നൂപുരങ്ങൾ ധരിച്ചിട്ടുണ്ട്, കർണങ്ങളിൽ കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ആഭരണങ്ങളും കൊണ്ട് വിഭൂഷിതരാണ്. സു അലങ്കൃതാഭിഹി, നന്നായി അലങ്കരിക്കപ്പെട്ടവരായ താഭിഹി പത്നീഭിഹി, ആ പത്നിമാരോടുകൂടി. അപ്പോൾ അവരെ നക്ഷത്രങ്ങളോട് ഉപമിച്ചതിന് ഒരു ദോഷമില്ല. അവർ നക്ഷത്രങ്ങളെക്കാൾ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അവരുടെ രത്നാഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ എല്ലാം കൊണ്ടും ചന്ദ്രന്റെ പത്നിമാരായ നക്ഷത്രങ്ങളെക്കാൾ മനോഹരമായി ശോഭിക്കുന്നുണ്ട്. അവരോടുകൂടി ദീക്ഷിതനായ അജിനസംവൃത വിഭവൗ, ദീക്ഷിതനായ യജമാനനായ വസുദേവർ ശോഭിച്ചു. അജിനസംവൃത, ചന്ദ്രന് സാക്ഷാൽ ഏണം മാൻ തന്നെ ഉണ്ട് അടയാളമായിട്ട്, അല്ലെ? ചന്ദ്രനില് മാനടയാളമുണ്ട്. ഇവിടെ ഈ ചന്ദ്രൻ മാനിന്റെ തോലെങ്കിലും ഉടുത്തിട്ടുണ്ട്. അജിനസംവൃത, നല്ലൊരു ഉപമയാണ് എന്ന് പറയാം. അപ്പോൾ അജിനം എന്ന മാൻതോല് ഉടുത്തവനായിട്ട്. തദാ രാമശ്ച കൃഷ്ണശ്ച തസ്യ ഋത്വിജോ മഹാരാജ രത്നകൗശേയവാസസഃ സസദസ്യാവിരേജുസ്തേ യഥാ വൃത്രഹണോദ്വരേ. തസ്യ ഋത്വിജോ മഹാരാജ രത്നകൗശേയവാസസഃ സസദസ്യോ വിരേജുസ്തേ യഥാ വൃത്രഹണോദ്വരേ. ഹേ മഹാരാജ, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, കേൾക്കൂ കഥ. അസ്യ തേ ഋത്വിജഃ, ഈ വസുദേവരുടെ ആ ഋത്വിക്കുകൾ, പുരോഹിതന്മാരായ മുനീശ്വരന്മാർ, ഋത്വിക്കുകൾ വൃത്രഹണഃ അദ്വരേ യഥാ. വൃത്രഹണൻ, വൃത്രഹ എന്നുള്ളത് മറ്റേ ഇന്ദ്രന്റെ പര്യായമാണ്. വൃത്രാസുരനെ ഹനിച്ചവൻ, നകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ അതിന്റെ ഷഷ്ടി പ്രയോഗമാണ് വൃത്രഹണഃ. വൃത്രഹന്താവിന്റെ, ഇന്ദ്രന്റെ എന്നർത്ഥം. ഇന്ദ്രന്റെ അധ്വരത്തിൽ, ഇന്ദ്രൻ നടത്തുന്ന യാഗത്തിൽ. ഇന്ദ്രൻ അനേക അശ്വമേധ യാഗങ്ങൾ നടത്തിയിട്ടാണ് ഈ പദവിയിലേക്ക് എത്തിയത്. വീണ്ടും അദ്ദേഹം ഇന്ദ്ര പദവിയിൽ ഇരുന്നു കൊണ്ടും അധ്വരങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രന്റെ അധ്വരത്തിൽ എന്ന പോലെ, യാഗത്തിൽ എന്ന പോലെ ഋഷീശ്വരന്മാര്, മുനികളെല്ലാവരും, അതുപോലെ സസദസ്യ, ആ സദസ്യന്മാരോടുകൂടി, സദസ്സിൽ ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ, അവരോടുകൂടി രത്നകൗശേയവാസസഃ വിരേജുഹു. രത്നം, കൗശേയം, കൗശേയം പട്ടാണ്, രത്നം പതിച്ച കൗശേയവാസസ്സുകൾ. അപ്പൊ നല്ല രത്നങ്ങളോടുകൂടിയതായിട്ടുള്ള പട്ടുവസ്ത്രം ധരിച്ചവരായിട്ട് വിരാജിച്ചു, ആ സദസ്സിൽ വിരാജിച്ചു. അപ്പൊ എല്ലാവരും ഒരു ഇന്ദ്രന്റെ യാഗം നടക്കും പോലെ അനുഭവപ്പെട്ടു എന്നർത്ഥം. ഋത്വിക്കുകളൊക്കെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, സദസ്യന്മാരൊക്കെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ശോഭിച്ചു. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈർബന്ധുഭിർ അന്വിതൗ രേജതുസ്വസുതൈർദാരൈഹി ജീവേശൗ സ്വവിഭൂതിഭിഃ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈർബന്ധുഭിരന്വിതൗ രേജതു സ്വസുതൈർദാരൈഹി ജീവേശൗ സ്വവിഭൂതിഭിഃ. തഥാ, ആ സമയത്ത് ഈ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജീവേശൗ രാമഃ കൃഷ്ണഃ ച, ജീവന്മാരുടെ ഈശന്മാരായ രണ്ടുപേർ, രാമകൃഷ്ണ വേഷങ്ങളിലുള്ളവർ. ജീവാനാം ഈശഃ ജീവേശഃ, അതിൽ രണ്ടുപേരുള്ളത് കൊണ്ട് ജീവേശൗ എന്ന് ദ്വിവചനം. ജീവന്മാരുടെ എല്ലാം ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാരായ രണ്ടുപേര് സ്വൈഹി സ്വൈഹി ബന്ധുഭിഹി, അവരവരുടെ ബന്ധുക്കളോടുകൂടി, സ്വസുതൈഹി ദാരൈഹി, അവരവരുടെ പുത്രന്മാരോടുകൂടിയും ഭാര്യമാരോടുകൂടിയും, സ്വവിഭൂതിഹി വിഭൂതിഭിഹി അന്വിതൗ,
അവരവരുടെ വിഭൂതികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അലങ്കാരങ്ങൾ, ഭൂഷണങ്ങൾ, ആലവാലങ്ങൾ എന്നൊക്കെ അർത്ഥം. അവരവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അലങ്കാരങ്ങളോടുകൂടെ ചേർന്നവരായിട്ട്, അന്വിതൗ ചേർന്നവരായിട്ട്, രേജതുഹു ദിവചനം രണ്ടുപേരും രാജിച്ചു, ഒരുപോലെ രാജിച്ചു. അപ്പോ സകല ജീവന്മാരുടെയും ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാര് അവരവരുടെ ബന്ധുക്കളോടും പുത്രന്മാരോടും ഭാര്യമാരോടും അവരവരുടെ ആഭരണാദി വിഭൂഷണങ്ങളോടും കൂടി ആ സദസ്സിൽ ശോഭിച്ചു. അവരുടെ അച്ഛൻ്റെ യാഗമാണ് നടക്കുന്നത്. അച്ഛനാണ് യജമാനൻ. ആ അച്ഛന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഈ മക്കൾ തന്നെയാണ്. ഈ മക്കളുടെ അനുഗ്രഹമാണ് ഈ യാഗത്തിന്റെ വിജയം. അപ്പൊ എന്തായാലും അധ്യക്ഷന്മാരെന്ന പോലെ രണ്ടുപേരും അവിടെ ഉണ്ട്. ഈ ജേനുയജ്ഞം വിധിന അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർവൈകൃതൈര്യജ്ഞൈ ദ്രവ്യജ്ഞാനക്രിയേശ്വരം. ഈ ജേനുയജ്ഞം വിധിന അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർവൈകൃതൈര്യജ്ഞൈ ദ്രവ്യജ്ഞാനക്രിയേശ്വരം. അപ്പോ അഗ്നിഹോത്രാദി ലക്ഷണൈ പ്രാകൃതൈ വൈകൃതൈ യജ്ഞൈ അനുയജ്ഞം വിധിനാ ദ്രവ്യജ്ഞാനക്രിയേശ്വരം ഈജേ. ഈജേ യജിച്ചു, പൂജിച്ചു. ആരെ പൂജിച്ചു? ദ്രവ്യജ്ഞാന ക്രിയ ഈശ്വരം. ദ്രവ്യങ്ങൾക്ക് ഈശ്വരൻ, ജ്ഞാനത്തിന് ഈശ്വരൻ, ക്രിയകൾക്ക് ഈശ്വരൻ, എല്ലാറ്റിനും ഈശ്വരനായ സർവേശ്വരനെ യജിച്ചു. വാസ്തവത്തിൽ ആ സർവേശ്വരൻ എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട്. കൃഷ്ണരൂപത്തിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണരാമന്മാരുടെ രൂപത്തിൽ ഇരിപ്പുണ്ട്. പക്ഷേ വസുദേവർക്ക് പരോക്ഷമായിട്ടുള്ള ഈശ്വരനെയാണ് ഇവിടെ യജിക്കേണ്ടത്. മക്കളായി കാണുന്ന ഈശ്വരനെ അത്ര ഒരു എന്താ പറയുക ഭക്തി തോന്നിയിട്ടില്ല. അവർ മക്കളായിട്ട് കാണുന്നത് കൊണ്ട് എവിടെയോ ഇരിക്കുന്ന ഈശ്വരനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെ? ഈ അഗ്നിഹോത്രാദി ലക്ഷണൈഹി, അഗ്നിഹോത്രം മുതലായ ലക്ഷണങ്ങളോടുകൂടിയതായിട്ടുള്ള പ്രാകൃതങ്ങളും വൈകൃതങ്ങളുമായ യജ്ഞങ്ങൾ. പ്രാകൃതൈഹി വൈകൃതൈഹി യജ്ഞം. അത് ഈ യജ്ഞത്തിലെ പല വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ജ്യോതിഷ്ഠോമം, ദർശപൂർണമാസം, അതുപോലെ വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള യജ്ഞങ്ങളാണ് പ്രാകൃത യജ്ഞങ്ങൾ. പ്രകൃതി സംബന്ധമായ എന്ന് വെച്ചാൽ വേദപ്രകൃതിക്ക് അനുസരിച്ചുള്ള യജ്ഞങ്ങൾ. അവയിൽ വെച്ച് വേറെ ചില ഓരോ ദേശത്തിലും കാലത്തിനും അനുസരിച്ച് ഉപദേശങ്ങൾക്കനുസരിച്ച് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വികാരങ്ങളാണ് വൈകൃത യജ്ഞങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്നർത്ഥത്തിലാണ് പലതരത്തിലുള്ള വൈകൃത യജ്ഞങ്ങളും. അപ്പോൾ യജ്ഞങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഹവിസ് മുതലായതാണ് ദ്രവ്യം പറയുന്നത്. അതുപോലെ തന്നെ ആ വിധിയുടെ ക്രമത്തെക്കുറിച്ച് ഉള്ള അറിവാണ് ജ്ഞാനം. അതുപോലെ ആ ക്രമമാണ് ക്രിയ, അത് ചെയ്യുന്ന ക്രമമാണ് ക്രിയ. ഇതിന് മൂന്നിനും ഈശ്വരനാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതറിയാതെ എവിടെയോ ഇരിക്കുന്ന ഒരു ഈശ്വരനെയാണ് മന്ത്രോച്ചാരണങ്ങളോടുകൂടി വസുദേവർ യജിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വിധിപ്രകാരമുള്ള യജ്ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആ ദ്രവ്യജ്ഞാന ക്രിയേശ്വരനായ ഈശ്വരനെ. ഈജേ അനുയജ്ഞം. അനുയജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞം തോറും വിധിപ്രകാരം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട്. അഗർത്തിഭ്യോ ദദാത്കാലേ യദാമനാദം സദക്ഷിണാഃ സ്വലംകൃതേഭ്യോലംകൃത്യ ഗോഭൂകന്യാ മഹാദനാഃ. അഗർത്തിഭ്യോ ദദാത്കാലേ യദാമനാദം സദക്ഷിണാഃ സ്വലംകൃതേഭ്യോലംകൃത്യ ഗോഭൂകന്യാ മഹാദനാഃ. അങ്ങനെ ആ യാഗത്തിന്റെ അനന്തരം, അഥ യാഗത്തിന്റെ മുഖ്യ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അനുബന്ധ കർമ്മങ്ങളാണ്
ദക്ഷിണാദി സമർപ്പണങ്ങളെല്ലാം. അതാണ് അധ അനന്തരം സഹ കാലേ യഥാസമയം ആ വസുദേവർ യഥാ ആമനാദം എപ്രകാരം വിധിക്കപ്പെട്ടിട്ടുണ്ടോ, ആമനായങ്ങളിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പ്രകാരം എന്നർത്ഥം. യഥാ ആമനാദം വിധിപ്രകാരം സു അലങ്കൃതേഭ്യ ഋത്വിഭ്യ നല്ലായി വസ്ത്രങ്ങൾ ധരിച്ച ഋത്വിക്കുകൾക്കായിക്കൊണ്ട്, അല്ലേ, നല്ല കോടി വസ്ത്രങ്ങളൊക്കെ ധരിച്ചവരായ ആ ഋത്വിക്കുകൾക്ക്, പുരോഹിതന്മാർക്കായിക്കൊണ്ട് മഹാധനം വിലപിടിച്ചതായിട്ടുള്ള ഗോഭൂ കന്യാഹ പശുക്കള്, ഭൂമി, കന്യക മുതലായവയെ അലങ്കൃത്യ നല്ലതുപോലെ അലങ്കരിച്ചിട്ട് ദക്ഷിണാഹ അതതാത് ദക്ഷിണകളായി ദാനം ചെയ്തു. അപ്പോ യാഗം പൂർത്തീകരിച്ച് അതിൻ്റെ അവസാനത്തെ പ്രധാന ചടങ്ങായിട്ടുള്ള ദക്ഷിണാസമർപ്പണം വിധിപ്രകാരം തന്നെ അലങ്കൃതരായിരിക്കുന്ന ഋത്വിക്കുകൾക്കായിക്കൊണ്ട് വിലമതിക്കാനാവാത്തതായിട്ടുള്ള പശുക്കളെയും ഭൂമിയെയും സ്വർണം മുതലായവയെയും കന്യക മുതലായതും അലങ്കരിച്ച് ദക്ഷിണകളായി നൽകി. നല്ലോണം ദക്ഷിണ കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. പത്നി സംയാജാവഭൃത്യൈഃ ചരിത്വാ തേ മഹർഷയഃ സസ്നൂരാമഹ്രദേ വിപ്രാഃ യജമാനപുരസ്സരാഃ. പത്നി സംയാജാവഭൃത്യൈഃ ചരിത്വാ തേ മഹർഷയഃ സസ്നൂരാമഹ്രദേ വിപ്രാഃ യജമാനപുരസ്സരാഃ. അപ്പോ ഒരു യാഗം കഴിയുമ്പോൾ അവഭൃത സ്നാനം ചെയ്യണം, ദീക്ഷാന്ത സ്നാനം. ഒരു ദീക്ഷ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ടാണ് അവഭൃത സ്നാനം. അപ്പോൾ ആ അവഭൃത സ്നാനം ചെയ്തു. എങ്ങനെയുള്ള ചടങ്ങുകളോടുകൂടി? പത്നി സംയാജ അവഭൃത്യൈഃ ചരിത്വ. പത്നി സംയാജം എന്നുള്ളതായിട്ടുള്ള ഒരു ചടങ്ങ്, പത്നിമാരോടുകൂടി ചെയ്യേണ്ടതായിട്ടുള്ള ചില ആഹൂതികൾ കൂടിയൊക്കെ ഉണ്ടാവും അവസാനം. ആ സംയാജം എന്നുള്ള അവഭൃതങ്ങളെല്ലാം ചരിച്ചുകൊണ്ട് യാഗ പൂർത്തീകരിച്ച് ദീക്ഷയെ അവസാനിപ്പിക്കുന്ന ചടങ്ങുകളോടുകൂടി യജമാന പുരസ്സരാഹ തേ മഹർഷയഃ, യജമാനനായ വസുദേവനെ മുന്നിൽ നടത്തിക്കൊണ്ട് ആ മഹർഷിമാര്, വ്യാസാദി ഋഷീശ്വരന്മാർ വന്നു ചേർന്നവരും വിപ്രാഹ മറ്റ് ഗൃഹസ്ഥന്മാരായ ബ്രാഹ്മണരും ആരൊക്കെ ഉണ്ടോ അവരെല്ലാം രാമഹ്രദേ സസ്നുഹു. രാമഹ്രദം എന്ന് പറഞ്ഞാൽ പരശുരാമനാൽ നിർമ്മിതമായ ജലാശയം, ആ സമന്ത പഞ്ചകം. അപ്പൊ സമന്ത പഞ്ചകം എന്ന തീർത്ഥം അതാണ് രാമഹ്രദം, പരശുരാമനാൽ നിർമ്മിതമായ ഹ്രദം. അതിൽ അവര് സസ്നുഹു സ്നാനം ചെയ്തു. ബഹുവചനം, എല്ലാവരും കൂടി സ്നാനം ചെയ്തു. അങ്ങനെ സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാ തദാ സ്ത്രിയഃ തതസ്വലങ്കൃതോ വർണ്ണാൻ ആശ്വഭ്യോന്നേന പൂജയത്. സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാ തദാ സ്ത്രിയഃ തതസ്വലങ്കൃതോ വർണ്ണാൻ ആശ്വഭ്യോ അന്നേന പൂജയത്. ആ സ്നാതഃ പത്ന്യഃ സ്ത്രീയഃ എന്നൊക്കെ അർത്ഥം. നല്ല സ്നാനം ചെയ്തവരായ ആ സ്ത്രീകളും മറ്റും വന്ദിഭ്യഃ അലങ്കാരവാസാംസി അതാത് സൂതമാഗത വന്ദികൾ എന്നൊക്കെ പറഞ്ഞ് വന്ന് വന്ദിച്ചു നിൽക്കുന്നവർ, സ്തുതിച്ചു നിൽക്കുന്നവരായ ആളുകൾക്ക് വന്ദിഭ്യഃ അലങ്കാര വാസാംസി അതാത്. ഇവിടെ വേണമെങ്കിൽ സ്നാതഃ വസുദേവഃ, കുളി കഴിഞ്ഞവനായ വസുദേവൻ ഈ പറഞ്ഞ യാഗത്തിൽ മുഖ്യ പൗരോഹിത്യം വഹിച്ചവരല്ല, അതിന് ചുറ്റും നിന്നുകൊണ്ട് സ്തുതിഗീതങ്ങൾ പാടിയവരും മറ്റുമായിട്ടുള്ള ആളുകൾ, അവർക്ക് വന്ദികളായിട്ടുള്ള ആളുകൾക്ക് അലങ്കാരങ്ങളും വാസസ്സുകളും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു. അതാത് തഥാ സ്ത്രീയഃ തതഃ സ്വലങ്കൃതഃ ആശ്വഭ്യഃ വർണ്ണാൻ അന്നേന പൂജയത്. അതുപോലെ തന്നെ സ്ത്രീകളും മറ്റു സ്ത്രീകൾക്കായിക്കൊണ്ടും മറ്റുമൊക്കെ ദാനങ്ങൾ ചെയ്തു.
അലങ്കരിച്ച, അത് കഴിഞ്ഞ് തതഹ അനന്തരം സ്വലങ്കൃത, നല്ലതുപോലെ വസ്ത്രങ്ങളൊക്കെ മാറ്റി, അല്ലെ, കുളി കഴിഞ്ഞാൽ വസ്ത്രം മാറ്റി അലങ്കാരങ്ങളൊക്കെ ധരിക്കണം. അത് ചെയ്തു ആര്? വസുദേവര്. അങ്ങനെ അലങ്കൃത ആയിട്ട് ആശ്വഭ്യ വർണ്ണാൻ അന്നേന പൂജയത്. ആശ്വഭ്യ എന്ന് പറഞ്ഞാൽ ശ്വാക്കൾ വരെ, സ്വാവ് പര്യന്തം, ഒരു നായ വരെയുള്ളതായിട്ടുള്ള വർണ്ണാൻ, എല്ലാ വർണ്ണങ്ങളിലും പെട്ടവർക്കും അന്നേന പൂജയത്, അന്നദാനം ചെയ്ത് പൂജിച്ചു. അപ്പോൾ പ്രാണികൾക്ക് കൂടി, ശ്വാക്കൾ വരെയുള്ള പ്രാണികൾക്ക് കൂടി പൂജ ചെയ്തു. അപ്പോൾ എല്ലാ വർണ്ണികൾക്കും, വർണ്ണത്തിന് അതീതരായിരിക്കുന്ന, അല്ലെ, വർണ്ണമില്ലാത്തവർ എന്ന് പറയുന്ന ചണ്ടാളാദികൾക്കും, ചണ്ടാളാദികളുടെ കൂടെ വന്നതായിട്ടുള്ള ശ്വാക്കൾക്കും എല്ലാവർക്കും എന്താ പറയുക, സർവാണി സദ്യ എല്ലാവർക്കും കൊടുത്തു എന്നർത്ഥം. അപ്പോൾ മറ്റ് ബ്രാഹ്മണർക്ക് മാത്രമല്ല ഇവിടെ ഭോജനം, വന്നു ചേർന്ന എല്ലാവർക്കും, വന്നു ചേർന്ന ജന്തുക്കൾ, നായ്ക്കൾ അടക്കമുള്ള ജന്തുക്കൾക്കും അന്നം കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ സകല വർണ്ണങ്ങളിൽപ്പെട്ടവരും നായ വരെയുള്ള ജന്തുക്കളെയും പൂജിച്ചു. ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസ വിദർഭകോസലകുരൂൻ കാശികേകയ സഞ്ജയാൻ സദസ്യ ഋത്വിക്സുരഗണാൻ നൃഭൂതപിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്തഃ പ്രയയുഃ ക്രതും. ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസാ വിദർഭകോസലകുരൂൻ കാശികേകയ സൃഞ്ജയാൻ സദസ്യ ഋത്വിക്സുരഗണാൻ നൃഭൂതപിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്തഃ പ്രയയുഃ ക്രതും. അപ്പോൾ ബന്ധുക്കളായി വന്നു ചേർന്നിട്ടുള്ളവരുണ്ട്. ഏതൊക്കെ രാജ്യത്തുനിന്ന്? വിദർഭ, കോസല, കുരു, കാശി, കേകയ, സൃഞ്ജയാൻ, ഇതൊക്കെ പലതരത്തിലുള്ള ബന്ധുക്കളാണ്, അല്ലേ? വിദർഭദേശം ഭഗവാനുമായിട്ട് ഡയറക്റ്റ് രുക്മിണിയുടെ ദേശമാണ്. അതുപോലെ കോസലദേശം നാഗ്നജിതിയുടെ ദേശമാണ്. കുരുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം, അല്ലേ, പാണ്ഡവന്മാരും കൗരവന്മാരും കുരുക്കളാണ്. അതുപോലെ തന്നെ കാശി രാജാവ്, കേകയ രാജാവ്, സൃഞ്ജയ രാജാവ്, ഇവരൊക്കെ അവരുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? സദാരാൻ, ദാരങ്ങളോടുകൂടിയവരും, സസുതാൻ, പുത്രന്മാരോടുകൂടിയവരും, ബന്ധൂൻ, ബന്ധുക്കളായിട്ടുള്ള ആളുകളോടും കൂടിയിട്ട്, വിദർഭ കോസല കുരൂൻ, വിദർഭ രാജാവ്, കോസല രാജാവ്, അവിടെ നിന്നൊക്കെ വന്നതായിട്ടുള്ള ആളുകൾ എല്ലാവരെയും, അതുപോലെ തന്നെ കാശി കേകയ സഞ്ജയാൻ, കാശി കേകയ സഞ്ജയന്മാരായിട്ടുള്ള ആളുകളെയും, സദസ്യ ഋത്വിക്സുരഗണാൻ, സദസ്സിൽ വന്നു ചേർന്നവർ, അതുപോലെ പുരോഹിതന്മാർ അഥവാ ഋത്വിക്കുകൾ, സുരഗണാൻ, ദേവന്മാരെയും, നൃഭൂത പിതൃചാരണാൻ, വന്നു ചേർന്ന മനുഷ്യന്മാര്, ഭൂതങ്ങള്, പിതൃക്കള്, ചാരണന്മാര്. അപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടും ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി, അവർക്കൊക്കെ തർപ്പണം ചെയ്തു. നേരിൽ വന്നവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തു. അവർക്കൊക്കെ പാരിബർഹേണ അപൂജയത്, പാരിബർഹം സമ്മാനങ്ങളെ കൊണ്ട് അപൂജയത്, പൂജിച്ചു. ശ്രീനികേതം അനുജ്ഞാപ്യ, അവരെല്ലാവരും ആ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രത്യേകം യാത്രാനുമതി ചോദിക്കുന്നുണ്ട്. ശ്രീദേവിയുടെ വാസസ്ഥാനമായി അവിടെ ശോഭിക്കുന്ന കൃഷ്ണനോട് യാത്രാനുമതി, അനുജ്ഞാപ്യ ക്രതും ശംസന്തഃ പ്രയയുഃ. പിതാവായ കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ യാഗത്തെ പ്രശംസിക്കുന്നവരായിക്കൊണ്ട് അവരെല്ലാം അവിടുന്ന് യാത്രയായി. അപ്പൊ ആ പ്രശംസ അച്ഛനുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അത് അർഹിക്കുന്നത് ആരാണ്? മക്കളായിട്ടുള്ള കൃഷ്ണനും രാമനും തന്നെ. അവരാണത് നടത്തിക്കൊടുത്തത്. അതുകൊണ്ട് അവരോട് പ്രത്യേകം യാത്ര പറഞ്ഞ് അനുമതി മേടിച്ചിട്ടാണ് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോകുന്നതും. അങ്ങനെ സമന്ത പഞ്ചക തീർത്ഥയാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓരോരുത്തരായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.
വന്ന കാര്യമൊക്കെ ഭംഗിയായി, പ്രതീക്ഷിച്ച് വന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടന്നു. അപ്പോൾ അതിലെല്ലാവരും സന്തുഷ്ടരായിട്ടാണ് തിരിച്ചു പോകുന്നത്. എല്ലാവരും സമ്മാനിതരായിട്ട് ധന്യരായിട്ടാണ് തിരിച്ചു പോകുന്നത്. ധൃതരാഷ്ട്രോനുജഃ പാർത്ഥ ഭീഷ്മോ ദ്രോണഃ പൃഥായമൗ നാരദോ ഭഗവാൻ വ്യാസഃ സുഹൃത് സംബന്ധി ബാന്ധവാഃ ബന്ധൂൻ പരിഷ്വജ്യ യദൂൻ സൗഹൃദാത് ക്ലിന്ന ചേതസഃ യയുർവിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേ ജനാഃ. ധൃതരാഷ്ട്രോ അനുജഃ പാർത്ഥാഃ ഭീഷ്മോ ദ്രോണഃ പൃഥായമൗ നാരദോ ഭഗവാൻ വ്യാസഃ സുഹൃത് സംബന്ധി ബാന്ധവാഃ ബന്ധൂൻ പരിഷ്വജ്യ യദൂൻ സൗഹൃദാത് ക്ലിന്ന ചേതസഃ യയുർവിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേ ജനാഃ. അതിൽ ബന്ധുക്കളായിട്ടുള്ളവരെല്ലാം പോയി, യാത്ര പറഞ്ഞു പോയി എന്ന് പറഞ്ഞതിൽ ചില പ്രമുഖരെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതിൽ കൗരവ പാണ്ഡവന്മാരിൽ പ്രമുഖരായിട്ടുള്ളവരെയും ഋഷിമാരിൽ പ്രമുഖരായിട്ടുള്ളവരെയും എടുത്തു പറയുകയാണ്. അപ്പൊ ധൃതരാഷ്ട്രൻ, അതുപോലെ അനുജഃ, അദ്ദേഹത്തിന്റെ അനുജനാരാണ്? വിതുരനുണ്ട്. പാർത്ഥാഃ എന്ന് പറഞ്ഞാൽ പൃഥയുടെ കുന്തിയുടെ പുത്രന്മാര് 3 പേര്: യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. അതുപോലെ ഭീഷ്മർ, ദ്രോണർ, പൃഥാ, കുന്തി, യമൗ. ഇവിടെ യമൗ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് പാർത്ഥാഃ എന്ന് പറഞ്ഞപ്പോൾ 3 പേര് എന്ന് പറഞ്ഞത്. ഇവരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പാർത്ഥാഃ എന്ന് പറയുമ്പോൾ 5 പേരെ എടുക്കാം. യമൗ എന്ന് പറഞ്ഞത് ട്വിൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. ആ 2 പേര് ഇരട്ടകള് ആരാണ്? നകുല സഹദേവന്മാർ. അപ്പൊ യമൗ എന്ന് നകുല സഹദേവന്മാരെ എടുത്തു പറഞ്ഞതുകൊണ്ട് പാർത്ഥാഃ എന്നത് 3 പേര്. അതുപോലെ ഭഗവാനായ നാരദനും വ്യാസഭഗവാനും, അതുപോലെ സുഹൃത് സംബന്ധി ബാന്ധവാഃ, സുഹൃത്തുക്കള്, സംബന്ധികള്, ബന്ധുക്കള് എല്ലാവരും ബന്ധൂൻ യദൂൻ പരിഷ്വജ്യ, ബന്ധുക്കളായ യാദവന്മാരെ ആലിംഗനം ചെയ്തിട്ട്, യാത്ര പറയുമ്പോൾ സ്നേഹപ്രകടനങ്ങളായിട്ട് ആലിംഗനം ചെയ്യുന്നു. ബന്ധൂൻ യദൂൻ പരിഷ്വജ്യ, വസുദേവരെ, രാമകൃഷ്ണന്മാരെ, പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ എല്ലാവരും ആലിംഗനം ചെയ്യും. അങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് പരിഷ്വജ്യ സൗഹൃദാത് ക്ലിന്ന ചേതസഃ, സ്നേഹം കൊണ്ട്, സൗഹൃദ ആധിക്യം കൊണ്ട്, ക്ലിന്ന ചേതസഃ, ആർദ്രമായ മനസ്സോടുകൂടിയിട്ട്, അലിഞ്ഞ മനസ്സോടുകൂടി എന്ന് വെച്ചാൽ അല്പം ദുഃഖം, വിരഹ ദുഃഖത്തോടു കൂടിയിട്ട് എന്നർത്ഥം. ആർദ്ര മനസ്സോടുകൂടിയിട്ട്, വിരഹകൃച്ഛ്രേണ, പിരിയുന്നതിൻ്റെ ക്ലേശവും ഉണ്ട്. വിരഹകൃച്ഛ്രം, ആ വിരഹത്തിന്റെ കൃച്ഛ്രത്തോടു കൂടിയിട്ട്, വിരഹക്ലേശത്തോടു കൂടിയിട്ട്, സ്വദേശാൻ യയുഹു, ഓരോരുത്തരും അവരവരുടെ ദേശങ്ങളിലേക്ക് യാനം ചെയ്തു. അപരേ ജനാഃ യയുഹു, മറ്റ് പല വിധത്തിൽ വന്നു ചേർന്നിട്ടുള്ള ബഹുജനങ്ങളും അവരവരുടേതായിട്ടുള്ള ദേശങ്ങളിലേക്ക് യാനം ചെയ്തു. അങ്ങനെ ആ ഒരു തീർത്ഥാടന കാലം അവിടെ പൂർണ്ണമാവുകയാണ്. നന്ദസ്തു സഹ ഗോപാലൈഃ ബൃഹത്യാ പൂജയാർച്ചിതഃ കൃഷ്ണരാമോഗ്രസേനാഭ്യൈഃ ന്യവാൽസീത് ബന്ധുവത്സലഃ. നന്ദസ്തു സഹ ഗോപാലൈഃ ബൃഹത്യാ പൂജയാർച്ചിതഃ കൃഷ്ണരാമോഗ്രസേനാദ്യൈഃ ന്യവാൽസീത് ബന്ധുവത്സലഃ. ബന്ധുവത്സലഃ നന്ദഃ തു, ഈ വസുദേവനാകുന്ന ബന്ധുവിനോടും കൃഷ്ണരാമന്മാരോടും വളരെ സ്നേഹവാത്സല്യങ്ങളുള്ളവനായ നന്ദനാകട്ടെ പോകാൻ മനസ്സില്ല. മറ്റുള്ളവരൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ അങ്ങോട്ട് പോയില്ല. അപ്പോ ആ സ്നേഹം അവർക്ക് പിരിയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ബന്ധുവത്സലഃ നന്ദഃ തു ഗോപാലൈഃ സഹ,
ഗോപന്മാരോട് കൂടിയിട്ട് ബൃഹത്യാ പൂജയാ അർച്ചിത. ആരാൽ? കൃഷ്ണരാമ ഉഗ്രസേനാദ്യൈ. കൃഷ്ണനാലും രാമനാലും ഉഗ്രസേന രാജാവിനാലും വസുദേവരാലും ഒക്കെ നല്ലതുപോലെ സൽക്കരിക്കപ്പെട്ടവരായിട്ട് അർത്ഥം. ബൃഹത്യാ പൂജയാ അർച്ചിത. അപ്പൊ ഇവരെ നന്ദഗോപരെയും കൂട്ടരെയും യാദവന്മാര്, ഉഗ്രസേന രാജാവും രാമകൃഷ്ണന്മാരും പ്രത്യേകമായിട്ട് സൽക്കരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പോകാൻ മനസ്സില്ല. അതുകൊണ്ട് ഇവരോടുകൂടെ ഉഗ്രസേനാദ്യൈ കൃഷ്ണരാമോഗ്രസേനാദ്യൈ ന്യവാൽസീത് നിവസിച്ചു. അപ്പോ ആ ബന്ധുവാത്സല്യം കൊണ്ട് ഇവരോടുകൂടി കുറച്ചു ദിവസം കൂടി നിവസിച്ചു, ഒന്നിച്ചു കഴിഞ്ഞുകൂടി. എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ ശേഷവും അല്ലേ, എല്ലാ രാജാക്കന്മാരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പാണ്ഡവന്മാരും കൗരവന്മാരൊക്കെ പോയി. ഇനിയിപ്പോൾ ബാക്കി യാദവന്മാരും ഈ പറഞ്ഞ ഗോപാലന്മാരും, നന്ദഗോപരും യശോദയും വസുദേവരും ദേവകിയും കൃഷ്ണരാമന്മാരും ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ഒന്ന് സാവധാനം പരസ്പരം സ്നേഹം പങ്കിടാനും എന്താ പറയുക, കൊതി തീരാനും എന്നൊക്കെ പോലെ അവരൊന്നിച്ച് വീണ്ടും താമസിക്കുകയാണ്. വസുദേവോഞ്ജസോത്തീര്യ മനോരഥമഹാർണവം സുഹൃദ്വൃത പ്രീതമനാ നന്ദമാഹ കരേ സ്പൃശൻ. വസുദേവോഞ്ജസോത്തീര്യ മനോരഥമഹാർണവം സുഹൃദ്വൃത പ്രീതമനാ നന്ദമാഹ കരേ സ്പൃശൻ. വസുദേവ, ആ വസുദേവനാകട്ടെ മനോരഥമഹാർണവം അഞ്ജസാ ഉത്തീര്യ, തന്റെ മനോരഥങ്ങളാകുന്ന മഹാർണവത്തെ, വലിയ സമുദ്രത്തെ അഞ്ജസാ ഉത്തീര്യ വളരെ സുഖമായിട്ട് തരണം ചെയ്തിട്ട്. അപ്പൊ വസുദേവർക്ക് ഒരുപാട് ആശകൾ ഉള്ളിലുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഇപ്പോൾ സാധിച്ചു. അതിലേറ്റവും പ്രധാനമാണ് വലിയൊരു യാഗം നടത്തണം എന്നുള്ളത്. ഈ ബന്ധുക്കളെയൊക്കെ കാണുക, എല്ലാവരോടും എന്താ പറയുക, തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക, കൃതജ്ഞത രേഖപ്പെടുത്തുക, തൻ്റെ എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമാപണം ചെയ്യുക. അങ്ങനെ അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്യണം അല്ലേ? ബന്ധുക്കൾ തമ്മിലുള്ള അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്താലേ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങൾ ബാക്കി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നാലും അതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടാവും, അസ്വസ്ഥതയുണ്ടാവും. ആരെങ്കിലും നമുക്ക് ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് ശാന്തി ഉണ്ടാവില്ല. ഇത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു നല്ല ഗുണമാണ്. ഇതുണ്ടാവണം. ഇതില്ലാത്തവരാണ് ദുഷ്ടമനസ്സുള്ളവർ. അപ്പൊ ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. അപ്പോ തൻ്റെ സഹോദരിയായ കുന്തി വളരെ കാലം കഷ്ടപ്പെട്ടു. വനത്തിലും മറ്റുമൊക്കെ കുട്ടികളുമായിട്ട് കഴിയേണ്ടി വന്നു. ഭർത്താവ് മരിച്ചു. ആ കുന്തിയെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള മനോരഥം തൻ്റെ പുത്രൻ നന്ദഗോപരുടെയും യശോദയുടെയും ലാളനയിൽ 10-11 വർഷം അവർ സ്വന്തം കുട്ടിയെപ്പോലെ വളർത്തി. ആ കുട്ടി പെട്ടെന്ന് കംസൻ വിളിച്ചത് കൊണ്ട് ഇവിടേക്ക് വന്ന് പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോയില്ല. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള കടപ്പാട് തീർത്താൽ തീരില്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കണം, കടപ്പാട് തീർക്കണം എന്നുള്ളതായിട്ടുള്ള മനോരഥം ഉണ്ടാവും. അതുപോലെ മഹാത്മാക്കളെ ദർശിക്കുക, തീർത്ഥാടനം ചെയ്യുക, ആ തീർത്ഥത്തിൽ വെച്ച് തന്നെ ഒരു ഉത്തമമായിട്ടുള്ള യാഗം നടത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് മനോരഥങ്ങൾ. ഇതൊന്നും എളുപ്പത്തിൽ തരണം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇതിന് മഹാർണവം എന്ന് പറഞ്ഞ്. ഈശ്വര കാരുണ്യം കൂടാതെ ഈ ഒരു മഹാർണവത്തെ തരണം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ
ഇവിടെ ഈശ്വരൻ തന്നെ പുത്രനായി നിന്ന് ഈ മഹാർണവത്തെ വല്ല പശുക്കുളമ്പിലെ വെള്ളം പോലെ തരണം ചെയ്യിപ്പിച്ചു. അതാണ് അഞ്ജസാവുത്തീര്യ, പെട്ടെന്ന് തരണം ചെയ്തവനായിട്ട്. സുഹൃദ്വൃത പ്രീതമനാഹ, സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടവനായി സന്തോഷിച്ച മനസ്സോടുകൂടിയവനായിട്ട് ആ നന്ദനെ കരേ സ്പൃശൻ, നന്ദം കരേ സ്പൃശൻ ആഹ, ആ നന്ദഗോപരുടെ കൈ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഇനി നന്ദനോട് വസുദേവൻ പറയുന്ന കാര്യങ്ങളും തുടർന്നുള്ളത് നമുക്ക് വൈകിട്ട് നോക്കാം. ഓം ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.